ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സംസാരിക്കാം ജിമ്മിലെ പുതിയ ന്യൂ ഇയർ മെമ്പർഷിപ്പിനെ കുറിച്ച്. നിങ്ങളുടെയൊക്കെ ജിമ്മുകളിൽ, നിങ്ങൾ പോകുന്ന ജിമ്മുകളായാലും നിങ്ങളുടെ ജിമ്മിലായാലും എത്ര പേര് ഈ ന്യൂ ഇയർ ആയിട്ട് 2024 വെൽക്കം ചെയ്തു എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കുക. അതിന് കാരണങ്ങൾ എന്താണ്, അത് അവർ ഒരുപാട് അഡ്മിഷൻ കയറാത്ത കാരണം എന്താണ്, അല്ലെങ്കിൽ അഡ്മിഷൻ കയറിയവർ കണ്ടിന്യൂറ്റി ഇല്ലാത്ത കാരണം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഈ വർഷം നിങ്ങളുടെയൊക്കെ ജിമ്മുകളിൽ എത്ര പേര് കയറി, പുതിയതായി ജോയിൻ ചെയ്തവർ എത്ര കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്. ഈ വർഷം ഒരുപാട് ജിമ്മുകളിൽ ഞാൻ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈ വർഷം അത്രത്തോളം ആൾ കയറിയില്ല, ജിമ്മിൽ കുറവാണ്, ചിലയിടത്ത് ഒരു അഡ്മിഷനും കയറാത്ത ജിമ്മുകളുണ്ട്. നമ്മളുടെ ഇവിടെ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം, കയറിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും പിള്ളേരല്ല, പ്രായം ചെന്നവരാണ് കൂടുതൽ കയറിയതെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രായം ചെന്നവരാണ് നമ്മളുടെയൊക്കെ കൂടുതൽ കയറിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലായത്. ഒരു പ്രായം ചെന്നവരാണ്. മുതിർന്ന തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയയിലെ അടിമകളാണ് ഈ പുണ്ടകളല്ല. അപ്പോൾ പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അവർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും ശരീരത്തെക്കുറിച്ചൊന്നും അവർക്ക് ബോധവാന്മാരല്ല. പക്ഷേ പഴയ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 35-40 ഏജുള്ളവർ, അവർക്ക് അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇനി അത് എങ്ങനെ ഉണ്ടാകാതിരിക്കാം എന്നുള്ള ഒരു മരുന്നുകളും ഗുളികകളും ഒന്നും ഓവറായിട്ട് കഴിക്കാതെ, ആശുപത്രി ചിലവഴിക്കാതെ എങ്ങനെ നമുക്ക് അത് മാറാം എന്നുള്ള ഒരു നിലയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പം ഈ പുതുവർഷത്തിൽ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. പക്ഷേ പുതിയ പുണ്ടകളൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവന്മാർ ഇപ്പോഴും മായാലോകത്ത് ജീവിക്കുകയാണ്. റീൽസിൻ്റെ പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെയൊക്കെ കാലത്ത് അവന്മാർ അതെല്ലാം എടുത്തുകൊണ്ട് നടക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോഴല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോഴാണ് ഇവരെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ വന്നാൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് കാരണങ്ങളുണ്ട്. എന്നാ കണ്ടിന്യൂറ്റി ഇല്ലാത്ത കാരണം എന്ന് വെച്ചാൽ, ജിമ്മിൽ വന്നാലുടൻ മസിലുണ്ടാക്കുന്ന ഫാക്ടറി ആണെന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാം ഓടിച്ചാടി വരുന്നത്. ഇവിടെ വന്ന് കാണുന്ന മെഷീനുകളിൽ കംപ്ലീറ്റ് കയറി ഒരു 3 ദിവസം 4 ദിവസം അവർ കളിക്കുകയും കുറേ ശരീരത്തിന് കുറേ വേദനകളും ഒക്കെ ആയിട്ട് യുവന്മാർ മതിയാക്കി പോവുകയും ചെയ്യും. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം പിന്നെ ഭയങ്കരമായ മസിലുകൾ വേണം, അല്ലെങ്കിൽ എനിക്ക് അവനെപ്പോലെ ആവണം, കമ്പാരിസൺ ഒരുപാട് പേര് എന്ന് വെച്ചാൽ എനിക്ക് അവരെ പോലെ ആവണം, ഇവരെ പോലെ ആവണം. ഇതെന്താണ് ഇതിൻ്റെ നഗ്നമായ സത്യങ്ങളെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് ഫിറ്റ്നസ് മേഖല എന്ന് പറയുന്നത്. അതിന് നല്ലൊരു വശവുമുണ്ട്, അത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ചീത്ത വശവുമുണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണം ഉൾക്കൊള്ളാം. ഒരു പുസ്തകം വായിക്കുമ്പോഴാണ് അതിനകത്ത് നല്ലതും ചീത്തയും കാണുന്നത്. നമ്മൾ നല്ലത് ഉൾക്കൊള്ളുക, ചീത്ത കളയുക. അതുപോലെയാണ് ഈ ഫിറ്റ്നസ് മേഖലയും. ഇതിൽ അത് ഓരോരുത്തർ അവർ സ്വീകരിക്കുന്ന വഴി, അവരുടെ കാഴ്ചപ്പാട്, അതാണ് ഇതിൽ യഥാർത്ഥ സത്യാവസ്ഥയിൽ നിൽക്കാൻ യഥാർത്ഥ കാരണം. ഒരു ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും എടുക്കും നമ്മൾ വീട്ടിലുള്ള ഭക്ഷണവും കഴിച്ച് അതുമായിട്ട് നാച്ചുറലായിട്ടുള്ള ഭക്ഷണവും വീട്ടിലുള്ള ഭക്ഷണവും കഴിച്ച് നമ്മളത് ബോഡി സെറ്റായി വരാൻ വേണ്ടി കുറഞ്ഞതൊരു 6 മാസമെങ്കിലും കറക്റ്റായി എടുക്കും. 6 മാസമാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ജിമ്മിലേക്ക് വന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പം ഈ മെഷീനറി ആറ്റൊക്കെ അടുത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഏതൊരു സ്ഥാനം ഒരു വണ്ടി തന്നെ നമ്മൾ ഓട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ആ വണ്ടി നല്ല രീതിയിൽ നമുക്ക് കൈക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ ഈ മെഷീനറികളും ആറ്റമൊക്കെ ചെറുതായിട്ടൊന്ന് അടുത്ത് വരാൻ വേണ്ടി എങ്ങനെ പോയാലും ഒരു 1-1.5-2 മാസം എടുക്കും നല്ല രീതിയിൽ അടുത്ത് വരാൻ. നല്ല രീതിയിൽ അടുത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഓരോ വർക്കൗട്ടിനെ കുറിച്ചും ശരിയായ ഒരു പൊസിഷനിലും ദിശയിലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ചെയ്ത് ഒരു 2-3 മാസം കഴിയുമ്പോൾ അത് കറക്റ്റ് നമ്മൾ ആ ബോഡിയിൽ അത് പ്രതിഫലിച്ച് തുടങ്ങും. ആ ഒരു സമയം അതിപ്പോൾ ആർക്കും ഇല്ലെന്നുള്ളതാണ് എത്താത്ത വാസ്തു. ഇത് വിട്ടുപോകാൻ പ്രധാന കാരണം ഇതുപോലുള്ള ഒരു ചിന്താഗതി കൊണ്ട് ഫസ്റ്റ് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുർമാർഗത്തിലൂടെ സഞ്ചരിച്ചാലോ ബോഡി പെട്ടെന്ന് സെറ്റാവുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണ് ഇതിൽ കൂടുതൽ നിൽക്കാത്തത്. പിന്നെ ഫിറ്റ്നസ് മേഖലയെന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് തോറ്റു. ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ഫിറ്റ്നസ് മേഖലയെ പറ്റി സംസാരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും രീതിയിലുമുള്ള സംസാരങ്ങളാണ് എല്ലാവരും. ഇതൊക്കെ ഒരുപാട് നമ്മളെ ഫിറ്റ്നസ് മേഖലയെ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചില അസോസിയേഷനുകളുടെ
ഈ ഫിറ്റ്നസ് മേഖലയിലെ അസോസിയേഷനുകൾ അത് തന്നെ ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ക്യാൻസറാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ അസോസിയേഷനെ കുറിച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത കുറേ അസോസിയേഷനുകൾ, ഒരു സംഘടിതരല്ല അസംഘടിതരായ അസോസിയേഷനുകൾ, അതൊക്കെ ഈ മേഖലയെ ഒരുപാട് പിന്നോട്ടടിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക.